ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബോട്ട് യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇത് വെറും ഒരു ബോട്ട് യാത്രയല്ല, നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഹൗസ് ബോട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പം നമ്മൾ ഓണം കഴിഞ്ഞു, പക്ഷേ ഓണം കഴിഞ്ഞിട്ടും ഓണം ആഘോഷിക്കുന്ന ഒരു യാത്രയാണിത്. എല്ലാവരും ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ഹൗസ് ബോട്ടാണ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ നമ്മുടെ കൂട്ടുകാരും കൂടപ്പറപ്പുകളുമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. ആ യാത്രയാണ്. ആദ്യമേ നമ്മൾ അത്തപ്പൂക്കൾ ഇടുമായിരുന്നു. അപ്പോൾ ചോദിക്കും, എന്താ ഓണം കഴിയും വരെ താമസിച്ചെന്ന് ചോദിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബം ഉണ്ടല്ലോ. ഓരോ ആഘോഷങ്ങൾക്കും നമ്മൾ നമ്മുടെ കുടുംബത്തെ അത്യാവശ്യമായിട്ട് വേണം. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചു. അതിനുശേഷം നമ്മളുടേതായ ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗസ് ബോട്ട് തിരഞ്ഞെടുത്തത്. അപ്പം വിളക്കൊക്കെ കത്തിച്ചു വെച്ചു. അപ്പം കുറേ നേരം എടുത്ത് ഈ ഒരു വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. കാറ്റ് കാരണം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. എല്ലാവരും എന്നെ അറപ്പിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് നല്ലപോലെ വിളക്ക് കത്തിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാൻ വിളക്കൊക്കെ കത്തിച്ചു, ഫോട്ടോയൊക്കെ എടുത്തു. പിന്നീട് മത്സരങ്ങളൊക്കെ തുടങ്ങാൻ പോവുമായിരുന്നു. എല്ലാവരും അവരുടേതായ രീതിയിൽ പാട്ടുകളൊക്കെ പാടി. പിന്നീട് കസേരകളി ഉണ്ടായിരുന്നു. കസേരകളിയൊക്കെ നടത്തി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഒരു അടിപൊളി ഒരു കിടിലൻ ഹൗസ് ബോട്ട് യാത്രയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എൻജോയ്മെന്റ്സ് ആയിരുന്നു കേട്ടോ. പ്രായഭേദമന്യേ ജാതിഭേദമന്യേ എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തൊരു യാത്ര. കസേരകളിക്കൊക്കെ ഞാൻ തോറ്റ് തുന്നം പാടി, അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒന്നിനും നമ്മൾ മാറി നിന്നില്ല. അത് പിന്നെ പണ്ട് എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ, എല്ലാത്തിലും പോയി തല വെച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു കേട്ടോ, അജയൻ ചേട്ടൻ. അതായത് ഒരുപാട് സീരിയലിൽ ഒരുപാട് വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം കൂടുതലും കൈകാര്യം ചെയ്യുന്നത് മുത്തച്ഛൻ്റെ റോളുകളാണ്. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ചെയ്തു, ഒരുപാട് ജനഹൃദയങ്ങളെ കീഴടക്കിയ ഒരു നല്ലൊരു കലാകാരനാണ് ഈ അജയൻ ചേട്ടൻ. ഞങ്ങളുടെ പ്രായത്തിലേക്ക് ഇറങ്ങി വന്നു, ഞങ്ങളുടെ വൈബിനൊത്ത് ഞങ്ങളോട് ചേർന്ന് നിന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു അജയൻ ചേട്ടൻ. അജയൻ ചേട്ടൻ പൊളിയല്ലേ, പൊളി. പിന്നീട് നമ്മൾ എന്താ പറയാ, തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങായിരുന്നു കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു തിരുവാതിരയായിരുന്നു എങ്കിലും നല്ല അടിപൊളി തിരുവാതിരയായിരുന്നു. ഞങ്ങൾ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ കേരളീയമായിട്ടുള്ള ഡ്രസ്സിൽ എന്താ കേരള മങ്കന്മാരെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വന്ന് സത്യം പറഞ്ഞ സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളെ എല്ലാവരും കാണാൻ തന്നെ വളരെയധികം ഭംഗിയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ തിരുവാതിരയുടെ സ്റ്റെപ്പ് കൂടി ആയപ്പോഴത്തേനും അടിച്ച് പൊളിച്ചു. പിന്നീട് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, പിന്നെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. എന്താന്ന് നോക്കിയേ, നല്ല ഭംഗിയല്ലേ സെറ്റും മുണ്ടും ഒക്കെ കൊടുത്ത കേരളീയ മങ്കന്മാര്. സൂപ്പറല്ലേ. ഇത് ഞങ്ങളുടെ കൂടപ്പറപ്പുകളാണ് കേട്ടോ. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, കൂടപ്പറപ്പുകളാണ്. അവിടെയും തീരുന്നില്ല വിശേഷം. രാത്രി മുഴുവൻ ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു.
എല്ലാവരുടെയും വിശേഷങ്ങൾ പറഞ്ഞു, ദുഃഖങ്ങൾ പറഞ്ഞു, സന്തോഷങ്ങൾ പങ്കിട്ടു. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം, ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം, അത്രയ്ക്ക് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം തന്നതിന് ഞങ്ങളുടെ ദശഞ്ചിക്കും പിന്നെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് താങ്ക്സ്. ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളത്തിൽ ഞങ്ങൾ ആ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അതൊന്നും ഞങ്ങൾ അറിയുന്നതേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. നമസ്കാരം. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കായലിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം കലാകാരന്മാരുടെയും കലാകാരികളുടെയും കൃത്യമായ പെർഫോമൻസ് കാര്യങ്ങളും ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓണത്തെ വരവേൽക്കുന്ന അവസാനത്തെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ആണിത്. വളരെ നല്ല രീതിയിൽ കേരളത്തിലെ അമ്പാടും ഓണത്തിനെ പറ്റിയുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങളും ഈ ആലപ്പുഴ പുന്നമട കായലിന്റെ ബോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. അപ്പം എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.